സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത പദ്ധതിയിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ. മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ലാപ്ടോപ്പ് നൽകാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ പോർട്ടലിൽ നിന്നും അംഗീകൃത കമ്പനിയിൽ നിന്നും വാങ്ങിയതിന്റെ രേഖയും ബില്ലുകളും കൃത്യമാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പൊന്നമ്മ പറഞ്ഞു. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന 41 അപേക്ഷയുടെ ലിസ്റ്റാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്ന 28 അപേക്ഷകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. മെമ്പർമാർ അപേക്ഷ വാങ്ങിച്ചു തരാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 41 അപേക്ഷകൾ ലിസ്റ്റിൽ വന്നത്. കിട്ടിയ അപേക്ഷകളിൽ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ മാനദണ്ഡങ്ങൾ ഉണ്ട്. ഒന്ന്, ജാതി സർട്ടിഫിക്കറ്റ്, പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വെച്ചിട്ടുള്ള അപേക്ഷ പരിശോധിച്ചിട്ട് ആ മാനദണ്ഡത്തിൽ നിന്നാണ് 16 കുട്ടികളെ SC വിഭാഗത്തിൽ നിന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തത് ഒരു ഭിന്നശേഷിക്കാരൻ കുട്ടിക്കുമുണ്ട്. നമ്മൾ ഫണ്ട് വെച്ചത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ചേർന്ന് 10 ലക്ഷം രൂപയുടെ ഒരു ഫണ്ടാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾക്ക് തന്നിട്ടില്ല. 16 ലാപ്ടോപ്പ് ഒരു പ്ലസ്, അതായത് പിന്നെ ശിക്ഷിക്കാരൻ്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ നമ്മൾക്ക് 6 ലക്ഷത്തിന് മേളിൽ ചിലവായിട്ടുണ്ട്. പഞ്ചായത്ത് 4 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പഞ്ചായത്ത് തന്നെ കൊടുക്കുകയും ചെയ്യും. ആരോപണം വന്നത് അപേക്ഷ തരാത്ത ഒരു കുട്ടിയുടേതാണ്. ആ കുട്ടീനെ പഞ്ചായത്തിൽ നിന്നോ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറോ പഞ്ചായത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അപേക്ഷ വയ്ക്കാത്ത കുട്ടിയാണ് എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയില്ല എന്നും പറഞ്ഞ് വന്നതായിട്ട് മെമ്പർ സൂചിപ്പിക്കുന്നത്. ഞാൻ ആ കുട്ടിയെ കാണുകയോ ആ കുട്ടി എൻ്റെ അടുക്ക വരികയോ ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയോ പറഞ്ഞിട്ടില്ല. പക്ഷേ അപേക്ഷ സെറ്റ് പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ അപേക്ഷ അതിനുള്ളിലില്ല. മാഷിനോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് അപേക്ഷ തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം. അപേക്ഷ തരാത്ത ഒരു കുട്ടിക്ക് എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ലാപ്ടോപ്പ് കൊടുക്കാൻ നിർവാഹമില്ല. അപേക്ഷ പൂർണ്ണമായിട്ട് വെക്കേണ്ടത് മെമ്പറുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ മെമ്പറിൻ്റെ ശ്രദ്ധയിൽ പെടാഞ്ഞതുകൊണ്ടാണോ അത് വന്നതെന്നറിയില്ല. ലാപ്ടോപ്പിൻ്റെ അപേക്ഷ ആ കുട്ടിയുടെ ഞങ്ങളുടെ കയ്യിലില്ല. ലാപ്ടോപ്പ് വിതരണത്തിനായി തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ് മറികടന്ന് പാർട്ടിയുടെ സ്വന്തക്കാർക്ക് വിതരണം നടത്തിയെന്നാണ് യൂത്ത് ലീഗിന്റെ പ്രധാന ആരോപണം. ലാപ്ടോപ്പിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടിയ വില കാണിച്ച് സാമ്പത്തിക അഴിമതി നടത്തിയെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. 10 ലക്ഷം രൂപയാണ് ഈ പ്രൊജക്ടിന് ഇവർ വാഗ്ദാനിച്ചിട്ടുള്ളത്. ഈ 10 ലക്ഷം രൂപയിലെ 75% പഞ്ചായത്തും 25% ജില്ലാ പഞ്ചായത്തുമാണ്. 75% പഞ്ചായത്ത് കൊടുക്കുന്ന ഈ പ്രൊജക്ടില് ഈ ലാപ്ടോപ്പിന് ഒരു അടിസ്ഥാന വില ഇട്ടിരിക്കുന്നത്. കാരണം 10 ലക്ഷം രൂപ 16 ലാപ്ടോപ്പിന് കണക്കാക്കുമ്പോൾ ഏകദേശം 62,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന് വരേണ്ടത്. ഇവർ ഈ പറഞ്ഞ പ്രോഗ്രാമുള്ള ലാപ്ടോപ്പിന് സാധാരണ നമ്മളൊരു ഓൺലൈൻ സൈറ്റ് ഏത് കുട്ടിക്കും പരിശോധിക്കാം. ഓൺലൈൻ സൈറ്റിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 23,000 രൂപയുടെ ലാപ്ടോപ്പാണ്. 23,000 രൂപയുടെ ലാപ്ടോപ്പ് 43,000 രൂപ MRP ഇട്ട് 62,000 രൂപക്ക് കണക്ക് കാണിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും കരുവാരക്കുണ്ട്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, ഈ 16 കുട്ടികൾക്ക്, ഈ ലിസ്റ്റ് പ്രകാരമുള്ള 16 കുട്ടികൾക്ക് കൃത്യമായി കൊണ്ട് ലാപ്ടോപ്പ് കൊടുക്കണം. അതിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും തയ്യാറല്ല. കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഓഫീസില് പ്രസിഡന്റ് ഉപരോധി സമരങ്ങൾ ഉണ്ടായിരുന്നു. സമരങ്ങൾ ഇനിയും തുടരും. അതുമായി ബന്ധപ്പെട്ട കേസ് ഇവരെടുത്തു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള കേസിനെയും സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഭയമൊന്നും ഈ വിഷയത്തിലില്ല. യാതൊരു കോംപ്രമൈസും ഇല്ല. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ സമരവുമായിട്ട് വീണ്ടും മുന്നോട്ട് വരും. ലാപ്ടോപ്പ് വിതരണത്തിനായി 10 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഇതിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം ലഭിച്ചില്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ആകെ 17 എണ്ണം വിതരണം നടത്തിയെന്നും 6,39,840 രൂപയാണ് ചെലവ് വന്നതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പറഞ്ഞു. 4 ലക്ഷമാണ് പഞ്ചായത്ത് നീക്കിവെച്ചത്. ബാക്കി തുക ഇനിയും പഞ്ചായത്ത് കണ്ടെത്തും. SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി നടപ്പാക്കിയത് വിഭാവനം ചെയ്ത് 10 ലക്ഷം രൂപയാണ്. ഒരു കമ്പ്യൂട്ടറിന് 39,900 രൂപയാണ് വില. അങ്ങനെ 16 കുടുംബങ്ങൾക്ക് 16 കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് നൽകി കഴിഞ്ഞു. അതിന് വന്ന തുക 6,39,000 രൂപയാണ്. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗും മറ്റ്
സന്നദ്ധ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ വലിയ കോളികളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഈ പഞ്ചായത്തിൽ ഒരു ആരോപണമായി ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. കുളം അത് നനഞ്ഞ പടക്കാണ് വിട്ടാതെ പോയി. പിന്നെ ഒരു കിണർ വിവാദമായി വന്നിരുന്നു, അതും അതേപോലെ തന്നെ. ഈ മൂന്നാമത് വരുന്ന ആരോപണത്തിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്നലെ ഉച്ചവരെ പറഞ്ഞത് ഇത് വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ്. പിന്നീട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാറ്റിയിട്ടുള്ളത് ഇത് പിന്നെ അർഹരപ്പെട്ട ആളുകൾക്കല്ല, അർഹതയുള്ള ആളുകൾക്കല്ല കൊടുത്തിട്ടില്ല എന്ന ഒരു രീതി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ശരിക്കും ഒരു ഉത്തരവാദിത്വ സംഘടന നിലക്ക് കാള വെറ്റു എന്ന് പറഞ്ഞ് കയറെടുക്കുന്ന സ്വഭാവമാണ് കാണിച്ചില്ല. അത് ശരിക്ക് കൃത്യമായി ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല, ഇന്റർനെറ്റ് യുഗമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഞ്ചായത്തിൽ കൃത്യമായി പരിശോധിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പരിശോധിച്ച് വ്യക്തമായ രേഖ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇതൊന്നും ഉപയോഗപ്പെടുത്തി ആരോ എന്തോ പറഞ്ഞു കേട്ട അടിസ്ഥാനത്തിലാണ് ഈ യൂത്ത് ലീഗ് ഈ സമരം നടത്തിയിട്ടുള്ളത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഇവിടെ സൂചിപ്പിച്ച നജാത്തിന്റെ കൊടുകാര്യസ്ഥതയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആരോപണവുമായി വന്നിട്ടുള്ളത് എന്നാണ് വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൃത്യമായ രേഖകൾ പരിശോധിക്കുകയോ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യാതെ യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണവും സമരവും അസംബന്ധമാണെന്നും വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.